ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? പരിപൂർണമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. ശ്രീ ജയശങ്കർ, ചോദ്യം കേട്ടവാദി കേൾക്കാത്തവാദി സഖാവ് പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞില്ല. പിന്നെ നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാകുന്നതും അല്ല വെളിയിലിറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയർ കൊള്ളുന്നതും ഒരേപോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് SFIക്ക് വേണ്ട, അത് തൽക്കാലം ശ്രീ ജയശങ്കർ 4 മടക്കി നിങ്ങൾ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് പല കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. അതല്ല ശ്രീ ജയശങ്കർ, നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. നിങ്ങൾ വളരെ വക്കീലൊക്കെയായി CPIയുടെ വക്കീൽമാരുടെ സംഘടനയുടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ ജനാധിപത്യം പറഞ്ഞ് നടക്കുന്ന ആളല്ലേ. നിങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തരേണ്ട ആളല്ലേ. നിങ്ങൾ എന്നിട്ടാണോ ഞാൻ നടത്തിയ ചർച്ചയിൽ നിങ്ങൾ ഇടപെട്ടത്? നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങൾ പറയാനുള്ള ഞാൻ മര്യാദയോടെ കേട്ടപ്പോൾ ഞാൻ പറയാനുള്ളത് മര്യാദയോടെ കേൾക്കാന്നുള്ളത് നിങ്ങളുടെ ജനാധിപത്യം, അത് നിങ്ങൾ പാലിക്കാൻ തയ്യാറാവണം. പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തുടങ്ങി അദ്ദേഹം പോവാണ്. ശ്രീ ജയശങ്കർ, നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാവ് പിണറായി വിജയന്റെ പേര്. അല്ല നിങ്ങളെ പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ചാനൽ മുറികളിൽ കയറി വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ. കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. ഈ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറിച്ച് വലിയവായി വിമർശിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഇദ്ദേഹം ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടോ. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ മറ്റക്കര ടോംസ് കോളേജ്. അവിടെയാണല്ലോ സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പീഡനം നടന്നത്. ആ മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലല്ലേ പെൺകുട്ടികളെ ഷാള് പോലും പിടിക്കാൻ അനുവദിക്കാതെ ഒരു നരാധവൻ ഹോസ്റ്റൽ മുറികളിൽ കയറി ഇറങ്ങി നടന്നു. മിണ്ടിയോ ഇദ്ദേഹത്തിന്റെ സംഘടനയുടെ ആളുകൾ, അല്ലെങ്കിൽ ഇദ്ദേഹം ഉൾപ്പെടുന്ന സംഘടനയുടെ ആളുകൾ? ഇദ്ദേഹം പകല് CPI രാത്രി RSSുമാണ്. പാനൂർ കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത് മുതൽ ഈ നാട്ടിലെ മുഴുവൻ RSSന്റെ കാര്യങ്ങളിൽ കയറി ഇറങ്ങുന്ന ഒരു പരമമാന്യൻ. ഇദ്ദേഹം പരസ്യമായി CPIയുടെ വക്കീൽ സംഘടനയുടെ നേതാവായിട്ട് RSSന്റെ രക്ഷാബന്ധൻ ചടങ്ങിന് പോകുന്ന മാന്യൻ. ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്തു. തന്റെ ഇടമുണ്ടോ ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റ് എഴുതാൻ, അല്ലെങ്കിൽ 2 വർത്തമാനം ഇതേപോലെ വിളിച്ചു പറയാൻ? മുട്ടുപറയ്ക്കും. കാരണം ജയശങ്കർ രാത്രിയിൽ RSSന്റെ കാര്യത്തിലും പകൽ CPIയുടെ ഓഫീസിലുമാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയമൊന്നുമായിട്ട് SFIയെ വിമർശിക്കാനോ സഖാവ് പിണറായി വിജയന്റെ പേരെടുത്ത് വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം. അത് ശ്രീ ജയശങ്കർ ഓർത്തു വെച്ചാൽ ജയശങ്കർ മറുപടി. ഇവന്റെ അന്തസ് ഇപ്പൊ മനസ്സിലായില്ലേ? ഇവന്റെ അന്തസ് മനസ്സിലായില്ലേ? ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ അന്തസ്. ഒന്ന് പോടാ പറഞ്ഞ്, നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ അന്തസ്. ഒന്ന് പോടാ പറഞ്ഞ്, നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? വേഷം കെട്ടെടുക്കണ്ട. ഈ രൂപത്തിലേക്ക് എനിക്കറിയാം. മനസ്സിലായോ? അഡ്വക്കേറ്റ് ജയശങ്കർ ഈ രൂപത്തിലേക്ക് പോകരുത്. ഇവിടെ ഇല്ല, അത് വിടാം. അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. നിങ്ങൾ എന്തിനാണ് മാഷെ നിങ്ങൾ പ്രകോപിതനാകുന്നത്? ഞാൻ നിങ്ങൾക്ക് നല്ല മാന്യമായ മറുപടി നൽകിയെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് മാന്യമായ മറുപടി. നിങ്ങൾ ഇവനെന്നോ മറ്റേ അച്ഛനും അമ്മയ്ക്ക് ഞാൻ 6 അച്ഛനും അമ്മയ്ക്ക് മാന്യത ഇവിടെ എല്ലാവർക്കും മനസ്സിലല്ലോ. ഞാൻ പറഞ്ഞു തീർത്തില്ല. കോട്ടെ സാരമല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ട, വാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.